ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമ്മൾ ഹോസ്പിറ്റലാണെന്ന് അറിയാമല്ലോ. ഇന്ന് ഹോസ്പിറ്റൽ 6ാമത്തെ ദിവസമാണ്. 4 ദിവസം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാനാണ് വിചാരിച്ചത്. പക്ഷേ 2 ദിവസം കൊണ്ട് ഡോക്ടർ കിടക്കാൻ പറഞ്ഞു. നമ്മുടെ ട്യൂബ് എടുക്കണമെങ്കിൽ തിങ്കളാഴ്ച എടുക്കാമെന്ന് പറഞ്ഞു. ഇന്ന് തിങ്കളാഴ്ചയാണ്. നമ്മൾ ഇന്ന് വീട്ടിൽ പോകും. അപ്പോൾ നമ്മുടെ കൂടെ വേറൊരാളും കൂടി ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം വന്ന ചേട്ടായി എറണാകുളത്ത് പോയേക്കുമായിരുന്നേ. എറണാകുളത്ത് പോയി ഇന്നലെയും പോയി ഇന്നും പോയി. അപ്പോൾ നൈറ്റ് പോകുന്നതുകൊണ്ട് ലിജിമോളെ ഞങ്ങളുടെ ഇവിടെ നിർത്തിയിട്ട് പോയി കേട്ടോ. അപ്പോൾ ലിജിമോളും ഞാനും അമ്മയുണ്ട് കേട്ടോ. കാണിച്ചു തരാം. അമ്മ ഉണ്ട് കേട്ടോ. ഹായ്. രാവിലെ അതേ ബണ്ണ് കഴിക്കണം കേട്ടോ. ബണ്ണും ചായയും. പിന്നെ ലിജിമോൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പെട്ടെന്നൊന്നും ഇപ്പോൾ പണ്ടത്തെ പോലെ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അന്ന് ഞങ്ങളെ തന്നെ ആക്കിയിട്ട് പോയപ്പോൾ ഉള്ള വിഷമം ഭയങ്കരമായിരുന്നു പുള്ളിക്കാർക്ക്. വണ്ടി ഇരുന്ന് കരയുകയൊക്കെ ചെയ്തു. ഞാൻ ശ്രീകുട്ടനും തന്നെ ഉള്ളൂ എന്നും പറഞ്ഞ് അങ്ങനെ ചേട്ടായി കൊണ്ടേ ആക്കിയിട്ട് പോയതാട്ടോ. ചേട്ടായിക്ക് അന്നും പോകണമായിരുന്നു എറണാകുളത്തിന്. അപ്പോൾ വർക്കിൻ്റെ ആവശ്യമായിട്ട് ചേട്ടായിക്കും പോകാതിരിക്കാൻ പറ്റിയില്ലായിരുന്നു. അല്ലെങ്കിൽ അന്ന് ചേട്ടായി ഞങ്ങളൊപ്പം നിന്നേനെ. അപ്പോൾ ലിജിമോൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഞങ്ങൾ ഒറ്റയ്ക്ക്. അതങ്ങനെയാണല്ലോ. വീൽ ചെയറിലിരുന്നാലും ലിജിമോളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമല്ലോ എന്നുള്ളതല്ലേ. അതെ, അതാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെ മൂത്ത കൊച്ചാണ്, വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന മോളാണ്. വീൽ ചെയറിലിരുന്നാലും ഞങ്ങളുടെ എല്ലാം അതൊരു പ്രശ്നമേ അല്ല അല്ലേ. ലിജിമോൾ നടക്കാത്തത് പക്ഷെ നടക്കും, എത്രയും വേഗം നടക്കും, സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അമ്മയുടെ സർജറി കഴിഞ്ഞ് അമ്മയെ നോക്കിയായിട്ട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ എന്ത് ചെയ്യും, ഫിസിയോതെറാപ്പിക്കായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം നമ്മൾ വീട്ടിൽ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ചെയ്യാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ചേട്ടായുടെ സർജറിയും ഇതുപോലെ അമ്മയുടെ സർജറിയും ഹോസ്പിറ്റൽ കേസ് അതൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലുണ്ടായിരുന്നതൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ അടുത്ത മാസം പിന്നത്തെ മാസമായിട്ട് ഫിസിയോതെറാപ്പിക്ക് പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു, ലിജിമോൾക്ക് ഇൻഫെക്ഷൻ ആവില്ലേ, എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നതെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ അധികമൊന്നും പുറത്തേക്കൊന്നും ഇറക്കുന്നില്ല. ഇവിടെ റൂമിലാണ് നമ്മൾ. റൂമിൽ അതിന് ഡോക്ടേഴ്സും നഴ്സുമാരും വന്നാലും അവർ മാസ്ക് വെച്ചിട്ടായിരുന്നു. വേറെ ലിജിമോളുടെ അടുത്തേക്കും വരുന്നില്ല. അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവർക്കൊരു റിലീഫ്. കുഴപ്പമൊന്നുമില്ല. ലിജിമോളുടെ അസുഖമൊക്കെ മാറും. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നടന്നാൽ മാത്രം മതി അല്ലേ. അപ്പോൾ അതാണ് കാര്യം കേട്ടോ. അതെ അതെ, പെൺകൊച്ചായല്ലേ, ഒന്നാം തരം യുവതിയായിട്ടായിരിക്കുന്നേ. അപ്പൊ ഈ എന്നെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യല്ലേ. അതെ, ഞങ്ങൾ തന്നെ ഉള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, തന്നെ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ റൂം കിട്ടുമെന്നവർക്ക് പ്രതീക്ഷ അവർ 7 മണി വരെ ഇരുന്നു. പിന്നെ ലിജിമോൾക്ക് കിടക്കണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചെന്നാൽ റൂം കിട്ടട്ടെ എന്ന് വിചാരിച്ച് 7 മണി വരെ നിന്നു. അപ്പോൾ ആ റൂം കിട്ടുന്നിടത്ത് ചെന്ന് ചോദിച്ചപ്പോൾ അവിടെ 10-11 മണിയാകും റൂം കിട്ടാൻ. അപ്പോൾ അത്രയും നേരം അവിടെ ഇരുത്തണ്ടല്ലോ എന്ന് ഓർത്ത് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആൾക്ക് മനസ്സോടെ പോയതാണ്. പിന്നെ റൂം കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സന്തോഷമായി. ആ കുട്ടാ തിരിച്ചു പോകണമെന്ന് പറഞ്ഞ് പെരുമ്പഴേ ചെന്നിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക്. പിന്നെ രാവിലെ ഇറങ്ങി ഞങ്ങൾ ശ്രീകുട്ടനും ഞാനും കൂടെ ലിജിമോളെയും കൊണ്ട് അമ്മേനെ കാണാൻ പോയി. അങ്ങനെ അമ്മേനെ കൊണ്ടുവന്നു. അന്ന് ചേട്ടായി വന്നിട്ട് പിന്നെ ലിജിമോളെയും വിളിച്ചുകൊണ്ട് പോയി. പിറ്റേ ദിവസം അതുപോലെ തന്നെ ഇതേ വൈകുന്നേരമൊക്കെ ആയപ്പോൾ വന്ന് ഇവിടെ നിന്നു. അന്ന് 3 ദിവസം ചേട്ടായിക്ക് എറണാകുളം പോകണമായിരുന്നു. ഇന്നും പോയി. അപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ദിവസമാണ് കേട്ടോ. ചേട്ടായി നേരത്തെ എറണാകുളത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ചേട്ടായി വരും, അല്ലെങ്കിൽ പ്രവീൺ ചേട്ടായിനെ വിടാമെന്ന് കേട്ടോ പറഞ്ഞ്. നമുക്ക് എന്തായാലും ഡിസ്ചാർജ് ഒരു വൈകുന്നേരമൊക്കെ ആകുമായിരിക്കും. അപ്പോൾ എന്തായാലും അപ്പം അറിയാം ഡിസ്ചാർജിൻ്റെ ബില്ല് വന്നു കഴിയുമ്പോൾ എന്താകുമെന്ന്. അതൊന്നും പ്രശ്നമല്ല. ഒക്കെ നമ്മൾ ഗതിയിലൊക്കെ ഹാൻഡിൽ ചെയ്യും അല്ലേ കുഞ്ഞേ. അതെ. അപ്പോൾ അതെ അമ്മച്ചി ഇരിക്കാം. ഹായ്. അമ്മച്ചീനെ ഒന്ന് കാണിച്ചേക്കാം. പറയുക എന്താണ് വിശേഷം? കാപ്പിയെ കുറിച്ചിട്ടൂടെ എണിച്ചിരിക്കുക. അതെ, അമ്മയുടെ ഇവിടുത്തെ ഇതൊന്ന് മാറ്റി കേട്ടോ. കുറേ പൊളിച്ചു കളഞ്ഞു. അവിടെ ട്യൂബ് ഉണ്ട് കേട്ടോ. ട്യൂബ് മാത്രം ഒട്ടിച്ച് വെച്ചേക്കാം. ഇനിയിപ്പോൾ ഇന്ന് ട്യൂബ് എടുക്കുമായിരിക്കും. ഇന്ന് എടുത്തിട്ട് ബാക്കി കൂടെ ഇവർ ഒട്ടിക്കും.
വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സെറ്റായിട്ടിരിക്കുന്നു അല്ലേ? സൗണ്ടിന് പ്രശ്നമൊന്നുമില്ല. അതെ, സൗണ്ടിനൊന്നും കുഴപ്പമില്ല, അതെ, വേറെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചാ? കഴിച്ചു. ഫുഡ് ഇപ്പം എല്ലാ ഫുഡും കഴിക്കാം. ഇപ്പം ഞാൻ ട്യൂബ് മാറ്റിയിട്ട് ഇപ്പോൾ കട്ടിയുള്ള ചോറ് പോലെയുള്ളതൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കഞ്ഞി, പിന്നെ ദോശ രാവിലെ കഴിച്ച ദോശയാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ചവയ്ക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്നല്ലേ വാ വിളിക്കുമ്പോഴൊക്കെ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ വലിച്ചിലുണ്ട് കേട്ടോ നല്ല മുറിവിന്. മുറിവ് കൂടി വരുമ്പോഴും അത് ആ ഒരു വലിച്ചിലും കാര്യങ്ങളും. പിന്നെ ആൻറ്റിബയോട്ടിക് കഴിക്കുന്നുണ്ടുള്ള പെയിനൊന്നുമില്ല. ട്യൂബ് എടുക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അപ്പം അമ്മ 2 ദിവസം കൊണ്ട് അതുമായിട്ട് ശീലിച്ചു. അപ്പം നമ്മുടെ ഏലിക്കുട്ടിയെ മതി മിടുക്കിയായിട്ടിരിക്കുകയാണ്. ഇനി അങ്ങോട്ടും ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ നിങ്ങളും പ്രാർത്ഥിക്കണേ. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചല്ലോ. അതെ, എന്താ പറയാ, ഒരു പറയാൻ വാക്കുകളില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞത് നല്ല രീതിയിലെല്ലാം അവസാനിച്ചല്ലോ. എന്നാന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാർത്ഥനയാണ്. കാരണം ഒത്തുപിടിച്ച മലയും പോലും കേട്ടിട്ടില്ലേ? അതാണ്. കാരണം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒന്നല്ല രണ്ടല്ല ആയിരക്കണക്കിന് ആൾക്കാരാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അപ്പൊ അതെന്തായാലും ദൈവം കേൾക്കാതിരിക്കത്തില്ല. അത് എന്തായാലും നല്ല രീതിയിൽ എല്ലാം അവസാനിച്ചു. ഇനി നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. അപ്പൊ 2 മാസത്തോളം റെസ്റ്റ് എടുക്കുക, മുറിവൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് ജോലിക്ക് പോകണമെന്നൊക്കെയാണ് ആളിവിടെ പറയുന്നത്. ഞാൻ പിന്നെ പറഞ്ഞു പൊക്കോളെ. കാരണം ഒരു ആഴ്ചയിൽ 1-2 ദിവസം പോട്ടെ, പോയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ട്. അല്ലേ ലിജുമോളെ? അതെ, ലിജുമോളും കുഞ്ഞേച്ചിയും പറഞ്ഞു, ലിത് കുഞ്ഞേച്ചിയും പറഞ്ഞു, ഞാനും പറയുന്നു, ചേട്ടന്മാരൊക്കെ പറയുന്ന കാര്യം അമ്മയ്ക്ക് പോകണമെങ്കിൽ പോയിക്കോളൂ, ഒരു പ്രശ്നമില്ല. അമ്മയ്ക്ക് എന്ന് വൈകുന്ന തോന്നുന്നു, എന്ന് ബുദ്ധിമുട്ടുണ്ടോ അമ്മ നിർത്തിക്കോ. ശരീരത്തിന് വേറെ ബുദ്ധിമുട്ട്. അതെ, ശരീരത്തിന് വേറെ എല്ലാ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ BP-യുടെ ഒരു ഇഷ്യൂ ഉള്ളതേ ഉള്ളൂ. അതിപ്പോൾ BP-യുടെ എന്തായാലും സ്ഥിരം കഴിക്കുന്നവർക്ക് കഴിപ്പ് നിർത്താൻ പറ്റില്ലല്ലോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതായത് ഷുഗറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇനി അങ്ങനെയൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞേട്ടോ. പിന്നെ നമ്മുടെ റിലേറ്റീവ്സിനൊന്നും വരാൻ പറ്റാതെ അവർ ഇത്രയും ലോങ് ആയതുകൊണ്ടാണ് വരാത്തത്. നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നെന്ന് വെച്ചാൽ ചേട്ടായും വിദേശമൊക്കെ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാകും. എനിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10,000-60,000 രൂപയിൽ കാര്യം തീർന്നേനെ. പക്ഷെ അതല്ല, ഇടുക്കി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇച്ചിരി അത്ര കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇടുക്കിയിൽ ഹോസ്പിറ്റലിൽ ചെയ്യിക്കാൻ വേണ്ടി. കാരണം ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ഡോക്ടർ ഈ പറഞ്ഞ സർജറി വേണമെന്നും പറഞ്ഞ് പോയിട്ട് ആ ഡോക്ടറെ ഞാൻ കുറ്റം പറയല്ല, എന്നാലും ആ ഡോക്ടറെ ഞാൻ FNAC കാണിച്ചപ്പോൾ ആ ഡോക്ടർക്ക് മനസ്സിലായില്ല അത് ചെയ്ത് FNAC മിസ്റ്റേക്ക് ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ ലൂർദി പോയപ്പോഴുള്ള ആ ഡോക്ടറിനാണ് മനസ്സിലായത് ഇത് ചെയ്തത് മിസ്റ്റേക്കാണ് എന്ന് മനസ്സിലായത്. അപ്പം അതാണ് എക്സ്പീരിയൻസിൻ്റെ വ്യത്യാസം മനസ്സിലായത്. ആ ഡോക്ടർക്ക് എക്സ്പീരിയൻസ് കുറവായതുകൊണ്ടായിരിക്കും ഡോക്ടർ, എന്നാലും ഡോക്ടറല്ലേ, അതങ്ങനെയാണ്. പല ഒപ്പീനിയൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ പല ഡോക്ടർ കാണിക്കുമ്പോഴാണ് നമ്മൾ ചിലപ്പോൾ എന്താണെന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ് ഇൻഫെക്ഷൻ ആണെന്നും പറഞ്ഞാണ് നമുക്ക് അമ്മയ്ക്ക് 15 ദിവസം ഗുളിക തന്ന് 15 ദിവസം കഴിഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു. അപ്പോൾ 15 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഡോക്ടറിൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ആ ഡോക്ടർ അങ്ങ് പോയി. പക്ഷെ അങ്ങനെയല്ലല്ലോ. അപ്പം അല്ലേ നമ്മൾ അത്രയും നാളെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ലായിരുന്നു. അല്ലൂരി കാണിച്ചാൽ അല്ലെങ്കിൽ വേറെ ഗവൺമെൻറ് ആശുപത്രി കാണിച്ചാലും നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരത്തില്ല. ഒത്തിരി പൈസയായി. ഒത്തിരി പൈസയും കാര്യങ്ങളുമായി. പിന്നെ ഇവിടെ വന്ന് ചെയ്തപ്പം നമ്മളെ ട്രീറ്റ് ചെയ്ത സൈസാറാണ്, നല്ല അടിപൊളി ഡോക്ടറാണ്. പിന്നെ ജൂനിയേഴ്സാണ്. അവരിടയ്ക്ക് പ്രൈവറ്റിൻ്റെ വൃത്തി അവരെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ. ഇപ്പം BP ആണെങ്കിലും എല്ലാ കാര്യങ്ങളും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്നപ്പം ഗവൺമെൻറ്റിലും അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ. എന്നാലും എനിക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ട്, എനിക്ക് കുറച്ചുകൂടെ ഒരു ആശ്വസിച്ചത് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ്. കാരണം ചേട്ടായിക്കും സർജറി നല്ല രീതിയിൽ കഴിഞ്ഞു. അപ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നത് ശരി ഇവിടെ അമ്മേനെ ചെയ്യിക്കാന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ ഇടുക്കിയിലേക്ക് എന്തായാലും ഉടനെ പോകുന്നില്ല അല്ലേ, ഒരു ഓണമൊക്കെ കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ഒന്ന് റെസ്റ്റൊക്കെ ആകട്ടെ. നമുക്ക് പിന്നെ പെട്ടെന്ന് പോയി കഴിയുമ്പോൾ ബുദ്ധിമുട്ട്, ക്ലൈമറ്റും കൂടെ മാറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ഇന്നലെ കഴിഞ്ഞ ദിവസം AC കിടന്നതിൻ്റെയാണ് ജലദോഷം ചെറുതായിട്ട് ചുമയും കവക്കെട്ടുമായിട്ടുണ്ട്. അപ്പോൾ അതിന് മരുന്ന് എൻ്റെ മരുന്ന് കഴിച്ചില്ലല്ലോ, മരുന്ന് കഴിക്കിട്ട് അങ്ങോട്ട് കിടക്കും. പിന്നെ അങ്ങനെയാണ്. പിന്നെ ഇതേ കണ്ടോ, ഇത് ഈ കാണുന്നത് നമ്മൾ നഴ്സുമാരെ വിളിക്കാനും അതുപോലെ ഫുഡ് വേണമെങ്കിൽ ഫുഡ്, അതുപോലെ ക്ലീനിങ് സ്റ്റാഫിനെ വിളിക്കാനൊക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പം പിന്നെ വേറെന്താ, വേറൊന്നുമില്ല. ഓക്കെ, ഹാപ്പി അല്ലേ? ഓക്കെ, നമുക്ക് ഇനി വീട്ടിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കേട്ടോ. ഇന്ന് പിന്നെ ചേട്ടനും ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പം വന്നിട്ടങ്ങ് പോയി. ഇന്നലെ
അമ്മയും അച്ഛനും വന്നു. മിനിഞ്ഞാന്ന് പാപ്പനും അവരൊക്കെ വന്നു. അവരൊക്കെ പിന്നെന്താ അതെ കാര്യമായിട്ടുള്ള ആൾ ഇവിടെ ഇരിക്കും കേട്ടോ. പിന്നെ ലിതിമോള് വന്നില്ലെന്ന് ചോദിച്ചാൽ ലിതിമോളെ ആദ്യനെ കാബുക്കെട്ട് പിന്നെ അവളും കുഞ്ഞല്ലേ, പിന്നെ അവളെ ലിതിമോൾക്ക് വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാവും. അതെ ട്രെയിന് വരേണ്ട വരും. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ. അവന് ആ കൊച്ചു 2 പിള്ളേരെയും കൊണ്ട് വരേണ്ട വരും. പിള്ളേർ കുഞ്ഞല്ലേ, ആദ്യം സ്കൂളിൽ പോകും. അത് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വരാത്തതിന് ഭയങ്കര സങ്കടമായിരുന്നു. വരാൻ പറ്റിയില്ലല്ലോ, ഇനി വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ നിർബന്ധിച്ച് വരണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാട്ടോ വരാത്തത്. എനിക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഓണമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വെക്കേഷൻ ടൈമിൽ. അപ്പോൾ നമ്മൾ വിളിക്കാനായിട്ട് പോകണം. പിന്നെ എന്താ ഇന്നൊന്നുമില്ല, ബാക്കി കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് കാണിച്ചാൽ കഴിഞ്ഞ് പോകാൻ പറ്റുമെങ്കിൽ. രാവിലെ ഇരിക്കുമ്പോൾ ഒരു ബണ്ണ് മതി എന്ന് പറയും. ബണ്ണ് ഞാൻ ഫുഡ് മേടിച്ച് കൊടുത്ത് കഴിക്കാനായിട്ട് ദോശ മറ്റേ ഗീ റോസ്റ്റ് മേടിച്ചായിരുന്നേ. അപ്പം ഇരിക്കുമ്പോൾ ഗീ റോസ്റ്റ് വേണ്ട, അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെയും മിനിഞ്ഞാന്നും ചേട്ടായിയും ഇവരും കുഞ്ഞാച്ചിയും ചേട്ടായൊക്കെ വന്നപ്പോൾ ചോറ് കൊണ്ടുവന്നു. ഇന്നലെ അമ്മയും അച്ഛനും ചേട്ടായൊക്കെ വന്നപ്പോൾ ചോറ് കൊണ്ടുവന്നു. വൈകുന്നേരത്തേക്ക് കൊണ്ടുവന്നായിരുന്നു. നമുക്ക് ഉച്ചത്തേക്ക് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പുറത്തുനിന്ന്. പിന്നെ രാവിലെ നമുക്ക് എന്തായാലും കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദിവസം പറഞ്ഞ് കമൻറ്റിൽ കഴിക്കാനായിട്ടാണോ, കാരണം നമുക്ക് കഴിക്കണമല്ലോ എന്തായാലും. ആശുപത്രി വന്നു വെച്ച് പട്ടിണി കിടക്കാൻ പറ്റില്ലല്ലോ. ഇത് ക്യാൻറ്റീനിലെ ഫുഡാണ്. ഒരു ക്യാൻറ്റീനിൽ ഇപ്പം അത്ര ടേസ്റ്റി ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കും എന്നുള്ളത് എനിക്ക് അറിയാം കേട്ടോ. അപ്പം നല്ല രീതിയിൽ അതേ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കഴിക്കട്ടെ. ഞാനിവർ 2 പേർക്കും കൊടുത്ത ശേഷമാണ് കഴിക്കുന്നത്. സമയമായിട്ടുണ്ട്. സമയം ഇപ്പം 10 മണി അടുക്കായിട്ടുണ്ട്. ഇനി പറയാം എപ്പോഴാണ് നമുക്ക് പോകാൻ പറ്റുന്നതെന്നുള്ളത്. പാക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം എന്നെ അവിടെ നിന്ന് 2 സിസ്റ്റേഴ്സ് വന്ന് ഇറക്കി വിട്ടു. അമ്മയുടെ ട്യൂബ് ഊരാൻ പോകുന്നേ. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിരിക്കാം. ലിജിമോൾ അവിടെ കിടക്കുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ട്യൂബ് കൂടിയിട്ട് നമുക്ക് അങ്ങനെ കാണാം. എല്ലാവരും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുകയാണ്. അമ്മച്ചിയുടെ ട്യൂബൊക്കെ എടുത്തെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം കേട്ടോ, ട്യൂബൊക്കെ എടുത്തോന്നുള്ളത്. ഞാനപ്പോൾ ഇത്ര നേരം ഇന്നത്തെ ഈ ജനലിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. ട്യൂബിൽ പോയി നോക്കാം. എന്തായി എന്താണ് ഞാനവിടുത്തെ ആശുപത്രി വിട്ട് പോയോന്നാണ് നോക്കട്ടെ. അങ്ങനെ അത് ഊരി ട്യൂബുകളൊക്കെ എടുത്തു. സെറ്റായി. ഇനി വീട്ടിൽ പോകാൻ റെഡി ആയിട്ടിരിക്കുക അല്ലേ? എടുത്തപ്പോൾ ചോര അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? കണ്ടില്ലേ, വലിച്ചെടുത്തു. ഉള്ളിലേക്ക് വേദന ഉണ്ടായിരുന്നോ? ഒത്തിരി ഉണ്ടായിരുന്നു ഉള്ളിലേക്ക്? ഓ ശരി. വേദന ഒന്നും എടുത്തില്ല, പക്ഷെ വഞ്ഞു വരുന്നത് എനിക്കറിയാം. ആ ഇനി വീട്ടിൽ പോയി നല്ലപോലെ അപ്പോൾ ഈ ഹോളിൻ്റെ കാര്യം എന്താ പറയുക, തന്നെ അടയുമോ? ഒന്നും പറഞ്ഞില്ല, ഒട്ടിച്ച് വെച്ചിട്ട് പോയി. തന്നെ അടയുമായിരിക്കും. ഇതെന്നാ ഹോള് കാണാനുണ്ടോ? ഇല്ല, അത് അടച്ചൊട്ടിച്ച് വെച്ചേക്കൂടെ. അത് തന്നെ അടയുമായിരിക്കും. അപ്പോൾ പറ, വീട്ടിലേക്കൊക്കെ പോകാൻ റെഡി ആയിട്ടിരിക്കുക. അതെ, അപ്പോൾ നമുക്ക് സമയം എടുക്കും കേട്ടോ. കൺഫ്യൂഷനിലിരിക്കും എത്രയാവുമെന്നൊക്കെ ഓർത്തിട്ട്. അതെ, അതൊന്നും ഓർക്കണ്ട. നമുക്ക് വഴിയില്ലാത്ത കാര്യങ്ങളുണ്ട് അല്ലേ ജിമോൾ? ഞാനിവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് അവിടെ ക്ലീനല്ല, പാക്കിങ്. ഞാൻ ബാക്കിയോട് പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഇതിൻ്റെ അകത്ത് ഇത് ഫുള്ള് തുണിയാണ്, അലക്കാനുള്ള തുണി. അയ്യോ, അത് നിൽക്കട്ടെ. അപ്പം നമ്മുടെ ബില്ലെത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി 22,890 രൂപയും കൂടെ അടയ്ക്കാനുണ്ട്. അപ്പോൾ ബില്ല് വന്നു. ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതലാണ്, പക്ഷേ വന്നപ്പോൾ ഇത്രേ വന്നുള്ളൂ. എന്തായാലും ബില്ലടയ്ക്കാൻ വേണ്ടി പോകണം. ഞാൻ ബില്ലടച്ചിട്ട് പറ്റുന്ന അയച്ചിട്ടടയ്ക്കാം. കുറേ ഉണ്ട് കേട്ടോ. റൂമിന് 7,050 രൂപ. അപ്പോൾ ഓൾറെഡി നമ്മൾ വന്നപ്പോൾ അഡ്വാൻസ് അടച്ചിട്ടുണ്ടായിരുന്നു ഒരു 65 രൂപ. ഇനി ബാക്കിയും കൂടെ അടച്ചാൽ മതി. അടയ്ക്കണം. ഫുഡൊക്കെ കൊടുത്തിട്ട് പോയിട്ട് അടയ്ക്കാം. അപ്പം കഴിക്കുവാണോ? കഴിക്കാൻ കൊടുക്കട്ടെ. ചോറ് കഴിക്കാം കേട്ടോ. കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ ചോറ് കഴിക്കുന്നത്. ട്യൂബൊക്കെ മാറ്റിയിട്ട് കുറച്ച് ചോറ് കഴിക്കാൻ കൊടുക്കാം. ഇത്രയും ദിവസം കഞ്ഞിയും ഓട്സൊക്കെ കഴിച്ചാൽ വയറിറച്ചേക്കാം. എന്നിട്ട് കിടക്ക്. ഞാനിത് ബില്ലടച്ചിട്ടുണ്ട്. നമുക്ക് ബില്ലല്ല കേട്ടോ, സോറി. ഇത് ഡയറ്റീഷ്യൻ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെ ഫുഡ് കഴിക്കണം, കൂടുതലും കാൽസ്യം അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇലവർഗ്ഗങ്ങൾ, അതുപോലെ പാലൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നട്ട്സ്,
ഒക്കെ കഴിക്കാം. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചുകൊണ്ട് പോവാം. ഓക്കെ. ഇതേ നമ്മുടെ ലിജി കൊച്ചുകൂടെ കൂടിയിട്ട് ഇതേ ബില്ലടയ്ക്കാൻ വേണ്ടി പോകും. ഞാൻ പറഞ്ഞു റൂമിൽ ഇരുന്നോളാൻ പറഞ്ഞിട്ട് ഞാനും വരുമെന്ന് പറഞ്ഞ് ഇതേ ബില്ലടയ്ക്കാൻ വേണ്ടി പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. കയറി ചോറൊക്കെ കഴിച്ചിട്ടാ, ഫുഡൊക്കെ കഴിച്ചു. അടയ്ക്കാൻ പോവുകയാണ്. ബില്ല് അടയ്ക്കാൻ ബില്ല് റെഡി ആയിട്ടുണ്ട്. നമ്മൾ പോകട്ടോ. ആശുപത്രി വാസത്തിൻ്റെ ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ടൊന്ന് ഞാൻ കിടന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ രണ്ടാൾക്കാർ ഇതവിടെ ഇരിപ്പുണ്ട്. ഒരാൾ ലിജിമോളും ഒരാൾ ഏലിക്കുട്ടിയമ്മയും. അപ്പോൾ ഏലിക്കുട്ടിയമ്മ വീട്ടിൽ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നു. ഞങ്ങളെ കാണുന്ന ജനലുണ്ട് അവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. ഞാൻ രാവിലെ ഇരുന്നില്ലേ അവിടെ. ലിജിമോൾ ഇരുന്ന് ഫോൺ കാണുന്നു. നമ്മൾ മെഡിസിൻ എടുക്കാൻ വേണ്ടി പോകട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയായി വണ്ടി കയറി. ദേ ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെഡിസിനൊക്കെ എടുത്തു. അങ്ങനെ പോരുകയാണ്. നമ്മളിനി റിവ്യൂവിനായിട്ട് വരേണ്ടത് ഓഗസ്റ്റ് 3-ാം തീയതിയാണ് കേട്ടോ. അപ്പം അന്ന് നമുക്ക് വരാമേ. മാവലിച്ചോറി സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. 2 മാസത്തേക്കുള്ള പർച്ചേസ്. 2 അല്ല 1 മാസത്തേക്കുള്ള പർച്ചേസ്. കാടിതല്ലേ. അവസാനം വീട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് ഗൈസ്. നീണ്ട 6 ദിവസത്തിന് ശേഷം നല്ല രീതിയിൽ സർജറി ഒക്കെ കഴിഞ്ഞ് ഏലിക്കുട്ടിയമ്മ വീട്ടിലെത്തി. ഇനി അങ്ങോട്ടേക്ക് കുറച്ച് നാളത്തേക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം എനിക്ക് വീട്ടിലൊക്കെ പോകണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. തരാം 1 മിനിറ്റേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ പുതിയ കാര്യങ്ങളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ഹോസ്പിറ്റൽ കേസ് ഇവിടെ അവസാനിക്കുന്നില്ല. 3-ാം തീയതി ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം. അപ്പോൾ ഇനിയുള്ള നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. എല്ലാവർക്കും ബൈ. ബൈ.